ഹോസ്പിറ്റലിൽ വരാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പൈൽസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ ഗുളികയാണ് പൈൽസ്റ്റോൺ. പേരോധരിക്കാൻ വളരെ എളുപ്പമാണ്. പൈൽസിനെ നിയന്ത്രിക്കുന്ന ഗുളിക പൈൽസ്റ്റോൺ. ഈ ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുൻപ് ഓരോ ഗുളിക വീതമാണ് കഴിക്കേണ്ടത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കൊടുവല്ലിയാണ്. നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും GMP സർട്ടിഫൈഡ് ആണ്, ISO അംഗീകാരമുള്ളതാണ്. പൈൽസ്റ്റോൺ ഒരു ബോട്ടിൽ 60 ഗുളികയാണ് അടങ്ങിയിരിക്കുന്നത്. അതിന് 650 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ആഗ്രഹിച്ച് ഒരു ബൈക്കോ കാറോ വാങ്ങി അത് യാതൊരു സർവീസും ചെയ്യാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 20,000-30,000 കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും കെട്ടിവലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. ഒരു 20 വയസ്സ് മുതൽ തന്നെ നമുക്കൊക്കെ തന്നെ അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഇതെല്ലാം ശാസ്ത്രീയമായ മരുന്നുകൾ ലഭ്യമാണ്. ഈ മരുന്നുകൾ കഴിച്ച് നമ്മൾ ഈ രോഗങ്ങളെ ഒതുക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ മറ്റു പല രോഗങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. മുമ്പൊക്കെ ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ റേഷൻ കാർഡിൻ്റെ നിറം നോക്കിയാണ് ബില്ല് വരുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ നൂലാമാലകൾ വേറെ. തന്നെയല്ല, അസുഖത്തിൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ തന്നെ സഹിച്ചാലേ മതിയാവത്തുള്ളൂ. ഇതിനൊക്കെയുള്ള ശാശ്വത പരിഹാരമാണ് പല ചികിത്സാശാസ്ത്ര ശാഖകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത ചികിത്സാ പദ്ധതി. ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടോ അതുമല്ലെങ്കിൽ BP, ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായതിന് ശേഷമാണെങ്കിലും ഒരാഴ്ചയെങ്കിലും വന്നൊന്ന് കിടക്കാൻ തയ്യാറായി വന്നാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സാധാരണക്കാർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ദിവസം 1000 രൂപ മുതൽ തുടങ്ങുന്ന പാക്കേജിലൂടെ ലഭ്യമാണ്. ക്യാൻസർ ഒഴികെ എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന് കിടപ്പിലായ രോഗികൾക്ക് പോലും വളരെ ഫലപ്രദമാണ് ഈ ചികിത്സാ രീതി. പൈൽസ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചികിത്സ എന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെയുള്ളവർ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ അടിച്ചുപൊളിയും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരാഴ്ചയെങ്കിലും ഒന്ന് വന്നു കിടന്നാൽ നല്ല ആരോഗ്യത്തിന് മടങ്ങിപ്പോകാനാകും. നമസ്കാരം, എൻ്റെ പേര് ബിനോയ് എന്നാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ തടിയൻ ഞാനായിരുന്നു. ഈ തടിയുള്ളപ്പോഴുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തടിയാന്ന് വിളിച്ച് കളിയാക്കും. അപ്പോൾ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളിയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് നമ്മൾ തടിയുള്ളവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളിയൊക്കെ കേട്ട് അതിൻ്റെ ഒരു കോംപ്ലക്സിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി സക്സസ് ആവാൻ പറ്റിയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. കാരണം ബിസിനസ് ഒരു പ്രൊഡക്റ്റ് ഇലക്ട്രോണിക്സ് പഠിച്ച് ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങ് സക്സസ് വിറ്റ് കഴിഞ്ഞാൽ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചിത്രപ്പള്ളി കൊച്ചു സാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ബിലിഗേറ്റ്സിനെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കാന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്. അങ്ങനെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച് അപ്പോഴത്തേക്കും ഈ വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. അവിടുത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ അവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇങ്ങനെ അവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ജോലിക്ക് കയറി. അങ്ങനെ ജോലി കയറി കുറേ കാലം അവിടെ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാ കമ്പനികളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെയ്ത് പഠിക്കാതെ പഠിക്കാൻ പറ്റത്തില്ലാത്തൊരു മേഖല എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ആ കമ്പനി തന്നെ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവരോടില്ല, പറ്റത്തില്ല. കാരണം ഭാഷയൊന്നും അറിഞ്ഞിട്ടാത്തതുകൊണ്ട് 2 വീലർ ഓടിയും ഓടിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നാട്ടി വന്നു. അതിനുശേഷം ഞാനിങ്ങനെ പേപ്പറിലൊക്കെ നോക്കി പരസ്യമൊക്കെ കണ്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് CFL ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി പോയി അവിടെ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു. മാർക്കറ്റിംഗ് വർക്ക് ചെയ്ത് കുറേ അവിടെ തന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിൽ നിന്നൊക്കെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ CFL ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവസാനം വന്നപ്പോഴത്തേക്ക് ശമ്പളം കടയിൽ പോയി പിടിച്ചെടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇന്ത്യ മുഴുവൻ പറയായിട്ടുള്ളൊരു പത്രസ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കാരണന്മാർ വിളിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ വന്ന സമയത്ത് ഒരു മാരേജ് ബ്യൂറോയിലും അങ്ങനെ ഒരു ആപ്പിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റി. എൻ്റെ വൈഫ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹെർബൽ കോസ്മെറ്റിക്സ് ഉണ്ടാകുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി 2 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മളുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുമാത്രം പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കഥയില്ല. ശരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് അടുത്ത ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ശരിക്കും എനിക്ക് തടികൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നുകൊണ്ടാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്നൊരു വളരെ അസുഖമായിട്ടാണ് ഞാൻ ജനിച്ചു വന്നത്. അതിൻ്റെ പാടാണ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് അന്ന് അവിടെ ഡോക്ടർമാരാണ് ആ ഇത് സർജറിയിലൂടെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയാണ് ശരിക്കും ഞാൻ വീണ്ടും ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എൻ്റെ കൊച്ചിൻ്റെ മരണം കാരണം യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. അതുപോലും കണ്ടുപിടിച്ച് അന്നത്തോടുള്ള ഡോക്ടർമാർക്ക് ശരിയാക്കാൻ പറ്റാകുമ്പോഴത്തേക്കും ഒരു ട്രസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ എന്തെങ്കിലും ഫോം ചെയ്ത് എന്തെങ്കിലും ഒരു ഫോം ചെയ്തിട്ട് നല്ല ഹോസ്പിറ്റലോടെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്.
പിന്നെ ഞാൻ ആ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം വിട്ടു. അല്ലാതെ അതിനെക്കുറിച്ച് ട്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു 10-30 കിലോമീറ്ററുണ്ട്, ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. പിന്നെ നമ്മളൊരു ആശുപത്രിക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. തന്നെ ദൂരെ എൻ്റെ സഹോദരിയുടെ കുട്ടികളെ ഉണ്ടായത്, ബാക്കി ഞങ്ങളുടെ ബന്ധുക്കാരും ഒക്കെ അവിടെ ഉണ്ടായത്, ബന്ധുക്കാർക്കൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ കുഴപ്പമെല്ലാം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബുദ്ധിമുട്ടിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ കൊച്ചു മരിച്ചതിൻ്റെ ഡിപ്രഷനിൽ ശരിക്കും എൻ്റെ വെയിറ്റ് ഏതാണ്ട് ഒരു 85 കിലോയിൽ നിന്ന് 104 കിലോ വരെയായി. വൈഫിൻ്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 കിലോയിൽ നിന്ന് ഏതാണ്ട് ഒരു 80 കിലോ വരെയായി. കുട്ടികളില്ല. അപ്പോഴത്തേക്കും കുട്ടികളില്ലാവുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം കാണിച്ച് ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ വൈദ്യശാസ്ത്ര ശാഖകൾ, ആയുർവേദം, ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളെക്കുറിച്ചും പഠിച്ച് അങ്ങനെ ഗവേഷണം നടത്തിയ അങ്ങനെ എൻ്റെ വെയിറ്റ് 104 കിലോയിൽ നിന്ന് 90 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. വൈഫിൻ്റെ വെയിറ്റ് 75 കിലോയിൽ നിന്നും 55 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് 3 കുട്ടികളെ നൽകിയോ ദൈവം അനുഗ്രഹിച്ചു. ചെറുപ്പത്തിൽ എൻ്റെ അസുഖം കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്തത് ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ 6 മാസത്തിനുള്ളിൽ ജീവിച്ചിരിക്കേണ്ട ആളല്ല ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കുട്ടികളെ കുടുംബവും ഒക്കെ നൽകി ലോകം എന്നെ സ്നേഹിച്ചപ്പോൾ ആ ലോകത്തിനോട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് കരുതി ഞാൻ തുടങ്ങിയ ആശുപത്രികളിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളോട് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആയുഷ് മന്ത്രാലയത്തിൻ്റെ രജിസ്ട്രേഷനുള്ളതാണ്. അതുപോലെ തന്നെ GMB സർട്ടിഫൈഡ് ആണ്, ISO അംഗീകാരമുള്ളതാണ്. ഗവൺമെൻറ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ മരുന്ന്